ടീച്ചറുടെ മൊബൈൽ തല്ലിപ്പൊട്ടിച്ചത് വിനീഷാണ് മാഷേ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഫസ്റ്റ് പീരീഡിൽ ടീച്ചർ അവനെ നല്ലവണ്ണം പള്ളു പറഞ്ഞായിരുന്നു. അതിൻ്റെ ചുരുക്കമാണ് അവന്. ഇപ്പോഴത്തെ പിള്ളേരെ നമുക്കൊന്ന് വഴക്ക് പറയാനും പറ്റാത്ത സ്ഥിതിയാണ് മാഷേ. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകനെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയത്? ഹെഡ് മാഷിൻ്റെ മുറിയിൽ സാക്ഷി പറയാനെത്തിയ ശാരദ ടീച്ചർ അരിശത്തോടെയാണ് അത് പറഞ്ഞത്. വിനീഷിൻ്റെ അച്ഛൻ വാസു കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഹോംവർക്ക് ചെയ്യാത്തതിനും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിനും ഒക്കെയാണ് പ്രിയ ടീച്ചർ രാവിലെ അയാളെ ശകാരിച്ചത്. അത് കക്ഷിക്ക് സഹിച്ചില്ല. അതിൻ്റെ പ്രതികാരം എന്നോണമാണ് ടീച്ചറുടെ വില കൂടിയ മൊബൈൽ ഫോൺ വിനീഷ് തല്ലിപ്പൊട്ടിച്ചത്. ഇവിടെ വിനീഷ് ചെയ്തത് 2 തെറ്റുകളാണ്. 1, സ്റ്റാഫ് റൂമിൽ കയറി ടീച്ചറുടെ ബാഗിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ചു. 2, അതിനെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ കരിങ്കല്ല് കൊണ്ട് തല്ലിപ്പൊട്ടിച്ചു. സത്യത്തിൽ മോഷണക്കുറ്റം ചുമത്തി പോലീസിലെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ വാസു ടീച്ചർക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിച്ചത് കൊണ്ടാണ് കേസിനൊന്നും പോകാത്തത്. പക്ഷേ വിനീഷിനെ ഈ സ്കൂളിൽ തുടർന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് TCയും കൂടി വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. ശരി സാറേ, അവന് കേസിൽ പെടുത്താതിരുന്നതിന് ഒത്തിരി നന്ദി. അവനെ ഞാൻ ഇനി പഠിപ്പിക്കുന്നില്ല. എൻ്റെ കൂടെ ജോലിക്ക് കൊണ്ടുപോയിക്കോളാം. ഇതാ സാറേ മൊബൈൽ ഫോണിൻ്റെ വിലയായ 50,000 രൂപ. ഭാര്യയുടെ കഴുത്തിൽ ആകെ ഉണ്ടായിരുന്ന ഇത്തിരി പൊന്നാണ്. ഇവൻ കാരണം അതുകൂടി വിറ്റ് തുലയ്ക്കേണ്ടി വന്നു. എന്നാൽ ശരി സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ. വാസു കണ്ണീരോടെ പുറത്തേക്ക് പോകാൻ എഴുന്നേറ്റു. അച്ഛൻ്റെ പുറകെ കുനിഞ്ഞ മുഖവുമായി പോകാനൊരുങ്ങുന്ന വിനീഷിനെ കണ്ടപ്പോൾ പ്രിയ ടീച്ചർക്ക് വല്ലായിക തോന്നി. മാഷേ, എനിക്കൊരു അപേക്ഷയുണ്ട്. വിനീഷിൻ്റെ അച്ഛൻ എനിക്ക് മൊബൈൽ വാങ്ങാനുള്ള പണം തന്നു. അതോടെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി. പിന്നെ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് മനഃപൂർവ്വം അല്ലെങ്കിലും ഞാനായിരുന്നല്ലോ കാരണക്കാരി. രാവിലെ ഞാൻ കുറച്ച് മാനസിക പിരിമുറുക്കത്തിലായിരുന്നു. അവൻ പഠിക്കാത്തതിൻ്റെ പേരിൽ ആ സമയത്ത് ഞാൻ അവനോട് കുറച്ച് ക്രൂവലായിട്ടാണ് ബിഹേവ് ചെയ്തത്. അത് ചിലപ്പോൾ വിനീഷിന് ഇൻസൾട്ടിങ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് ദയവ് ചെയ്ത് മാഷ് അവനെ പിരിച്ചുവിടരുത്. ഇനി അവൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ടീച്ചർക്ക് പരാതിയില്ലെങ്കിൽ അയാളെ തിരിച്ചെടുക്കാം. പക്ഷേ ഇനി അവൻ ഉണ്ടാക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഫുൾ റെസ്പോൺസിബിലിറ്റി പ്രിയ ടീച്ചർക്കായിരിക്കും. എഗ്രിഡ് മാഷേ, ഞാൻ ഏറ്റു. മോഷണം ക്രിമിനൽ കുറ്റമാണെന്നറിയില്ലേ? വിനീഷിന് ഹെഡ് മാഷ് ആളൊരു പാവമായതുകൊണ്ടാണ് നിന്നെ പോലീസിൽ ഏൽപ്പിക്കാതിരുന്നത്. ഇനി മേലാൽ നീ മറ്റുള്ളവരുടെ ഒരു സാധനവും മോഷ്ടിക്കരുത്, കേട്ടല്ലോ? നിന്നെ വിശ്വസിച്ചാണ് ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചത്. അത് മനസ്സിലുണ്ടാകണം. വിനീഷിനെയും കൂട്ടി ഇടനാഴിയിലൂടെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ പ്രിയ ടീച്ചർ അവനെ ഉപദേശിച്ചു. ഞാൻ കള്ളനല്ല ടീച്ചറെ. ഞാൻ ടീച്ചറുടെ മൊബൈൽ മോഷ്ടിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് എൻ്റെ ബാഗിലിരുന്ന ഫോൺ നിൻ്റെ കയ്യിലെത്തിയത്? അതെനിക്ക് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ബാത്റൂമിൻ്റെ വെന്റിലേഷനിൽ നിന്ന് കിട്ടിയതാണ്. അതവിടെ എങ്ങനെ വന്നു? അതെടുത്ത് നീ എന്നെ ഏൽപ്പിക്കാതെ എന്തിനാ നശിപ്പിച്ച് കളഞ്ഞത്? ബാത്റൂമിൻ്റെ പുറകിലെ മുളങ്കാട്ടിനിടയിലേക്ക് ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോഴാണ് പുറത്തെ വെന്റിലേഷനിൽ ഒരു മൊബൈൽ ഇരിക്കുന്നത് കണ്ടത്. മൊബൈൽ വെച്ചിരുന്ന പൊസിഷൻ കണ്ടപ്പോൾ അതാരോ മനഃപൂർവ്വം വെച്ചതാണെന്നും അതിൻ്റെ വീഡിയോ റെക്കോർഡർ ഓണായിരിക്കുമെന്നും ഞാൻ ഊഹിച്ചു. പെട്ടെന്ന് തന്നെ ഞാനത് കയ്യിലെടുത്തു. ഞാൻ കരുതിയതുപോലെ അതിൻ്റെ വീഡിയോ റെക്കോർഡർ ഓണായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ പുറകിൽ ടീച്ചറുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ പതിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. ടീച്ചർ ഒരിക്കലും മൊബൈൽ അവിടെ കൊണ്ട് വെക്കില്ലെന്നറിയാം. പിന്നെ സാധ്യതയുള്ളത് ഇവിടെയുള്ള മാഷന്മാരോ പിയൂണോ ആൺകുട്ടികളോ ആയിരിക്കാം. പക്ഷേ മാഷന്മാർക്കും പിയൂണിനും സ്വന്തം മൊബൈലുണ്ട്. അതില്ലാത്ത ഇവിടെ പഠിക്കുന്ന ആൺകുട്ടികൾ ആരോ ചെയ്ത പണിയായിരിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല അതവിടെ വെച്ചവർ അടുത്ത് തന്നെ എവിടെയോ മറഞ്ഞിരിപ്പുണ്ടെന്നും ഞാൻ മൊബൈൽ കൈക്കലാക്കിയത് കണ്ട് അവർ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്നും അത് ഭീഷണിപ്പെടുത്തി വാങ്ങുമെന്നും അങ്ങനെ സംഭവിച്ചാൽ ആ സമയത്ത് ബാത്റൂം യൂസ് ചെയ്ത ടീച്ചേഴ്സിൻ്റെ നഗ്നത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമെന്നൊക്കെ ഞാൻ ഭയന്നു. അതുകൊണ്ട് എത്രയും വേഗം അത് പ്രിയ ടീച്ചറെ ഏൽപ്പിക്കാൻ തുനിയുമ്പോഴാണ് എന്നെ രൂക്ഷമായി നോക്കി ശാരദ ടീച്ചർ നിൽക്കുന്നത് ഞാൻ കണ്ടത്. ആരുടെ ഫോണാടാ നിൻ്റെ കയ്യിലിരിക്കുന്നത്? ഇവിടെ കൊണ്ടുവാടാ. ടീച്ചറുടെ അലർച്ച കേട്ട് ഞാൻ നടുങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ ശാരദ ടീച്ചർ വിശ്വസിക്കില്ല. അതിലെ വീഡിയോ എല്ലാവരും കാണുകയും ഞാനാണ് മൊബൈൽ കൊണ്ട് ബാത്റൂമിൽ വെച്ചതെന്ന് അവർ പറഞ്ഞ് പരത്തുകയും ചെയ്തു. പിന്നെ എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല. ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മൊബൈലിലെ ദൃശ്യങ്ങൾ ആരും കാണാതിരിക്കാൻ ഞാനത് തവിട് പൊടിയാക്കിയത്. അല്ലാതെ എനിക്ക് ടീച്ചറോട് യാതൊരു വൈരാഗ്യമില്ലായിരുന്നു. അത്രയും പറഞ്ഞ് വിനീഷ് തേങ്ങിക്കരഞ്ഞു. പോട്ടടും, സാരമില്ല, തൽക്കാലം നീ ഇതാരോടും പറയണ്ട. ഇനി ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ ഗ്രൗണ്ടിൽ പല ഭാഗത്തായി CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ ഹെഡ് മാഷിനോട് നയത്തിൽ ഞാൻ പറഞ്ഞോളാം. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കരുതിയാൽ മതി. ഇനി മുതൽ നീ ഫ്രണ്ട് ബെഞ്ചിലിരുന്നാൽ മതി. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നീ ശ്രമിച്ചാൽ മതി.
സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടാവും. ടീച്ചർ അവൻ്റെ അലസമായ മുടിയിഴകൾ കോതി ചെവിക്കിടയിലേക്ക് തിരികെ വെച്ചു. പിന്നെ വിനീഷ് ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ ക്യാഷ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് അമ്മയ്ക്ക് ചെറിയൊരു മാല വാങ്ങിക്കൊടുക്കാൻ പറയണം. അയ്യോ ടീച്ചറെ, അപ്പോൾ ടീച്ചർക്ക് മൊബൈൽ വാങ്ങണ്ടേ? തൽക്കാലം ഞാനൊരു കുറഞ്ഞ ഫോൺ വാങ്ങിക്കോളാം. അതിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഫോൺ നശിപ്പിച്ചത് നീയല്ലേ? അതിന് അച്ഛനും അമ്മയും എന്തു പിഴച്ചു? അതുകൊണ്ട് നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് എനിക്ക് കൂടിയ ഫോൺ വാങ്ങി തന്നാൽ മതി. അതുവരെ നിനക്ക് ഞാൻ സമയം തരാം. ഇത് മറ്റാരോടും പറയണ്ട കേട്ടോ. ടീച്ചർ തന്നോട് കാണിച്ച ആ മനുഷ്യത്വപരമായ നീക്കം തന്നിൽ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണെന്നും താൻ നന്നായി പഠിക്കാനുള്ള ടീച്ചറുടെ സൈക്കോളജിക്കൽ മൂവ് ആണെന്നതും മനസ്സിലാക്കിയ വിനീഷ് അവരുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ നമിച്ചുപോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.